ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഡ്ജറിന്റെ പ്രിപ്പറേഷൻ ആണ്. ഇപ്പോൾ ലെഡ്ജറിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ഇനി നമ്മൾ കുറച്ച് ഒരു 4 ജേണൽ വെച്ചിട്ട് അതെങ്ങനെ ലെഡ്ജറിലേക്ക് പകർത്താം എന്നാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ 4 എണ്ണോ 40 എണ്ണോ എന്നുള്ള വിഷയം ഒന്ന് ചെയ്യാൻ പഠിച്ചാലും അതന്നെയാണ് അതിന്റെ റിപ്പീറ്റേഷൻ ആണല്ലോ അടുത്തായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ടെക്നിക്ക് പഠിക്കലാണ് പ്രധാനം. ഇവിടെ ഞാൻ കുറെ കാര്യങ്ങൾ ചുരുക്കി ഡേറ്റ് ഞാൻ 1, 2 അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഡേറ്റ് അപ്പോൾ ജനുവരി 1 അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആ ഡേറ്റിന്റെ കൂടത്തിൽ അങ്ങനെ തന്നെ എഴുതേണ്ടി വരും. ഞാൻ ഇവിടെ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് 1, 2 വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇട്ടുന്നേ ഉള്ളൂ. ശരിക്കുള്ള ഒറിജിനൽ ക്വസ്റ്റനിൽ അവിടെ ശരിക്കുള്ള എന്താണോ ഉള്ളത് അതേപോലെ എഴുതിട്ട് ഇപ്പൊ ഡിസംബർ ആണ് ഡിസംബർ അങ്ങനെ തന്നെ എഴുതേണ്ടി വരും ആദ്യം കേട്ടോ. പിന്നെ ഇവിടെ നരേഷൻ എഴുതിയില്ല, അതിപ്പോ നിങ്ങൾ നോക്കണ്ട. നരേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തൽക്കാലം നമ്മളിപ്പോ ഈ ജേണലിൽ എങ്ങനെ ലെഡ്ജറിലേക്ക് പകർത്തുന്നു എന്ന ആ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ ജേണൽ ആൾറെഡി ഉണ്ട്, നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാണല്ലോ. ഈ ജേണൽ നോക്കിയിട്ട് ഇതിനെങ്ങനെ ലെഡ്ജറിലേക്ക് പകർത്താം. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള അക്കൗണ്ടുകളുടെ കൂട്ടമാണ്, വ്യത്യസ്തമായ ഓരോന്നിന്റെയും കൂട്ടമാണ്. ഇവിടെ ഇപ്പോൾ വ്യത്യസ്തമായ രീതിക്കുണ്ട് ക്യാഷ്, ക്യാപിറ്റൽ. പിന്നെ ക്യാഷ് ആൾറെഡി ഉള്ളതുകൊണ്ട് ക്യാഷ് വീണ്ടും പറയണ്ട. ക്യാഷ്, ക്യാപിറ്റൽ, സെയിൽസ്, പർച്ചേസ്, പിന്നെ രാജ്യം. ഇത്രയാണ് വ്യത്യസ്തമായ സാധനങ്ങളുണ്ട് അല്ലേ. അപ്പൊ ഈ മൊത്തം ജേണലിനെ പകർത്തണമെന്നുണ്ടെങ്കിൽ ആ വ്യത്യസ്തമായ എല്ലാ പേരുകളിലും നമ്മൾ ലെഡ്ജറുകൾ തയ്യാറാക്കേണ്ടി വരും, അക്കൗണ്ടുകൾ തയ്യാറാക്കേണ്ടി വരും. അതായത് ക്യാഷ്, ക്യാപിറ്റൽ, സെയിൽസ്, പർച്ചേസ്, രാജ്യം. ഇത്ര എണ്ണത്തിന്റെ മേലെ നമ്മൾ ലെഡ്ജറുകൾ തയ്യാറാക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റനിൽ നമ്മളോട് ലെഡ്ജറുകൾ തയ്യാറാക്കുക എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അവിടെ തയ്യാറാക്കാവുന്ന എല്ലാ സാധനങ്ങളും തയ്യാറാക്കണം, എല്ലാ ലെഡ്ജറുകളും തയ്യാറാക്കേണ്ടി വരും. ഇനി അതല്ല, ചില ക്വസ്റ്റനിൽ പറയുന്നത് ക്യാഷ് അക്കൗണ്ട് മാത്രം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം തയ്യാറാക്കിയാൽ മതി, പ്രശ്നമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയോ വേണ്ട. ക്യാഷ് എവിടെ വരുന്നുണ്ടോ അത് മാത്രം നമ്മൾ രേഖപ്പെടുത്തിയാൽ മതി. ഇവിടെ ഇപ്പൊ ഞാൻ എല്ലാം രേഖപ്പെടുത്താൻ പോകണം ഒന്നും പറഞ്ഞിട്ട്. അപ്പൊ ഈ നമ്മൾ വ്യത്യസ്തമായിട്ട് കണ്ട 5 എണ്ണം കണ്ടത് നമ്മളത് രേഖപ്പെടുത്താൻ പോകണം. അപ്പൊ ഞാൻ ബ്ലാങ്ക് ആയിട്ട് ഇവിടെ എഴുതി ശരിക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് ബ്ലാങ്ക് ആയിട്ട് 5 ലെഡ്ജറുകൾ ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ക്യാഷ് ആയിട്ട് പേര് നെയിം ഓഫ് അക്കൗണ്ട് ക്യാഷ്. ഇവിടെ DR-ഉം CR-ഉം എല്ലാം ഉണ്ടാവട്ടെ, ഞാനിത് ചുരുക്കിയതാണ്. എല്ലാതിന്റെ ഫോർമാറ്റിൽ DR, CR ഉണ്ട്, നിങ്ങൾ എഴുതുക. പിന്നീട് നെയിം ഓഫ് അക്കൗണ്ട് പേര് ക്യാഷ് ബുക്ക് അക്കൗണ്ട്, അക്കൗണ്ട് എന്നാണ് എഴുതുക, ക്യാഷ് അക്കൗണ്ട്. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ ഇവിടെ വന്ന സെയിൽസ് ആണ്, സെയിൽസ് അക്കൗണ്ട്. പിന്നെ പർച്ചേസ്, പർച്ചേസ് അക്കൗണ്ട്. പിന്നെ രാജൻ അക്കൗണ്ട്. അങ്ങനെ വ്യത്യസ്തമായതെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ട് എല്ലാം കംപ്ലീറ്റ് തയ്യാറാക്കാൻ. ഇനി ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അതിന് ഫോർമാറ്റ് ഒക്കെ നമുക്കറിയാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ വീണ്ടും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഇതിന്റെ ഈ സൈഡും അതിന്റെ റിപ്പീറ്റേഷൻ അടുത്ത സൈഡ്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാ അക്കൗണ്ടുകളും തുടങ്ങുന്നത് ഈ സൈഡ് തുടങ്ങുന്നത് 2 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. 2 എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ലെഡ്ജറുകളും തുടങ്ങുന്നത്. ഈ സൈഡിൽ എന്ത് എഴുതിയാലും 2 വെച്ചിട്ടാണ് എഴുതാൻ. ഈ സൈഡിൽ എന്ത് എഴുതുമ്പോഴും ക്രെഡിറ്റ് സൈഡിൽ വലത്തെ ഭാഗത്ത് എന്ത് എഴുതുമ്പോഴും ബൈ ആയിട്ടാണ് തുടങ്ങുന്നത്. എല്ലാ ലെഡ്ജറിനും ഇത് ബാധകമാണ് കേട്ടോ. ഇവിടെ എന്ത് എഴുതുമ്പോഴും 2 എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഇവിടെ എല്ലാം ബൈ ചേർത്തിട്ടാണ് എഴുതുന്നത്. എല്ലാ ലെഡ്ജറിനും ഇത് ബാധകമാണ്, ഓർത്തിരിക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. ഈ സൈഡെല്ലാം 2 വെച്ചിട്ടും ഈ സൈഡെല്ലാം ക്രെഡിറ്റ് സൈഡെല്ലാം ബൈ വെച്ചിട്ടാണ് തുടങ്ങുക. ഇനി നമുക്ക് ഇത് എങ്ങനെ രേഖപ്പെടുത്താം എന്ന് നോക്കാം. ഫസ്റ്റ് എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ, ഇതാണ് ഫസ്റ്റ് എൻട്രി. ക്യാഷ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റും അല്ലെ. ഇത് 2 ലെഡ്ജറിലേക്ക് കൊണ്ടുവരും ഈ എൻട്രി പൂർണ്ണമാവണമെങ്കിൽ. ക്യാഷ് അക്കൗണ്ടിലേക്കും പോകണം, ക്യാഷ് അക്കൗണ്ടിലേക്ക് ക്യാപിറ്റൽ എന്ന് എഴുതണം, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് അക്കൗണ്ട് എന്നും എഴുതണം. അപ്പോഴേ ഈ ജേണൽ കംപ്ലീറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റും. അതായത് ഒരു ജേണൽ എടുത്താൽ മിനിമം 2 അക്കൗണ്ടിലേക്ക് പോകും. 2 അക്കൗണ്ടിലെ ജേണലെല്ലാം 2 അക്കൗണ്ടിലേക്ക് പോകണം. അപ്പൊ അത് എങ്ങനെ എഴുതും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ട്, സിമ്പിൾ ആണ്. ക്യാഷ് അക്കൗണ്ടിലേക്ക് എന്ത് എഴുതണം? ഈ ഫസ്റ്റ് ഉദാഹരണം വെച്ചിട്ട് ടു ക്യാപിറ്റൽ, അവിടെ ടു ക്യാപിറ്റൽ അവിടെ ഉണ്ടല്ലോ, പിന്നെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. 1-ാം തീയതി ക്യാഷ് അക്കൗണ്ടിലേക്ക് ടു ക്യാപിറ്റൽ. അപ്പൊ 1-ാം തീയതി ഇവിടെ എഴുതി, ഡേറ്റ് ഇവിടെ എഴുതണം. ക്യാഷ് അക്കൗണ്ടിലേക്ക് ടു ക്യാപിറ്റൽ. ഈ സൈഡാണ് നമുക്കറിയാം, വലത്തെ ഭാഗത്ത് ബൈ ആണെന്ന് നമുക്കറിയാം എല്ലാ ലെഡ്ജറിനും. ഇപ്പൊ 2 ഒന്ന് കണ്ടാൽ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയാൽ മതി, കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. അപ്പൊ എന്താ എഴുതണം നമ്മള്? അവിടെ ടു ക്യാപിറ്റൽ ഇപ്പൊ പകുതിയായിട്ടുള്ളൂ കേട്ടോ. ക്യാഷ് അക്കൗണ്ടിലേക്ക് ടു ക്യാപിറ്റൽ എന്ന് എഴുതി. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അപ്പൊ എന്ത് എഴുതേണ്ടി വരും? ബൈ ക്യാഷ് എന്ന് എഴുതി. ഒന്ന് 2 ആണെങ്കിൽ അടുത്തത് ബൈ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ബൈ ക്യാഷ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഇതാ. ആ ഡേറ്റിന്റെ കുളത്തില് 1-ാം തീയതി ക്രെഡിറ്റ് സൈഡിലാണ് കേട്ടോ, ഓർത്തിരിക്കുക.
ബൈ ക്യാഷ്. ബൈ ക്യാഷ് എമൗണ്ട് എഴുതാൻ മറന്നുപോയി നമ്മൾ. 2000. ഇവിടെ എമൗണ്ട് എഴുതാൻ മറന്നാണ് 2000. ഇപ്പൊ നോക്ക്, ഒരു എൻട്രി കഴിഞ്ഞു. അപ്പൊ ക്യാഷ് അക്കൗണ്ടിലേക്ക് ടു ക്യാപിറ്റൽ എഴുതി 2000, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ബൈ ക്യാഷ് എഴുതി 2000. ഒരു ജേണൽ എൻട്രി പൂർത്തിയായി കഴിഞ്ഞു, നിങ്ങൾ പഠിച്ചും കഴിഞ്ഞു. ഇനി ഇതിൽ ഇതേപോലെ തന്നെ അടുത്ത എൻട്രി വരിക. അതായത് ക്യാഷ് അക്കൗണ്ടിലേക്ക് അടുത്ത എന്താണ്? ടു സെയിൽസ്, സെയിൽസ് അക്കൗണ്ടിലേക്ക് ബൈ ക്യാഷ്. നോക്കാം, ക്യാഷ് അക്കൗണ്ടിലേക്ക് എന്ത് എഴുതണം? ടു സെയിൽസ്. ഇപ്പൊ 2-ാം തീയതി ക്യാഷ് അക്കൗണ്ടിലേക്ക് ടു സെയിൽസ് അല്ലെ, ക്യാഷ് അക്കൗണ്ടിലേക്ക് ടു സെയിൽസ്. എത്രയാണ് എമൗണ്ട്? അതും 2000 തന്നെ. സെയിൽസ് അക്കൗണ്ടിലേക്ക് ബൈ ക്യാഷ് അല്ലെ, ബൈ ക്യാഷ്. സെയിൽസ് അക്കൗണ്ടിലേക്ക് 2-ാം തീയതി ബൈ ക്യാഷ് 2000 രൂപ. ഓക്കെ, ഇനി അടുത്തത് മാറ്റണം. ഓക്കെ, ഇനി അടുത്തത് പർച്ചേസ് അക്കൗണ്ടിലേക്ക് ടു ക്യാഷ് അല്ലെ. ഈ എൻട്രി 3-ാമത്തെ എൻട്രി പർച്ചേസ് അക്കൗണ്ടിലേക്ക് ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ടിലേക്ക് ടു ക്യാഷ്. 3-ാം തീയതി പർച്ചേസ് അക്കൗണ്ടിലേക്ക് ടു ക്യാഷ്. എത്രയായിരുന്നു എമൗണ്ട്? 6000. അപ്പൊ നമ്മൾ 6000 എഴുതി വെച്ചു. പർച്ചേസ് അക്കൗണ്ടിലേക്ക് ടു ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്ത് തരും? ബൈ പർച്ചേസ് അല്ലെ, ബൈ പർച്ചേസ്. 3-ാം തീയതി ബൈ പർച്ചേസ് 6000 രൂപ. ബൈ പർച്ചേസ് 6000. അപ്പോ അത് കഴിഞ്ഞു. കോസ്റ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പർച്ചേസ് അക്കൗണ്ടിലേക്ക് ടു ക്യാഷ് എഴുതി, ക്യാഷ് അക്കൗണ്ടിലേക്ക് ബൈ പർച്ചേസ്. അതേപോലെ അടുത്ത് പർച്ചേസ് ടു രാജനാണ് അല്ലെ. 4-ാം തീയതി പർച്ചേസിലേക്ക് അപ്പൊ എന്ത് എഴുതണം? ടു രാജൻ എന്ന് എഴുതണം. 4-ാം തീയതി പർച്ചേസ് അക്കൗണ്ടിലേക്ക് ടു രാജൻ, ടു രാജൻ 4000. രാജൻ അക്കൗണ്ടിലേക്കോ ബൈ പർച്ചേസ്. പർച്ചേസിലേക്ക് ടു രാജനാണെങ്കിൽ രാജനിലേക്ക് ബൈ പർച്ചേസ് അല്ലെ. രാജനിലേക്ക് 4-ാം തീയതി ബൈ പർച്ചേസ്. ബൈ പർച്ചേസ് 4000. ഇപ്പൊ നമ്മള് എല്ലാ ജേണലുകളും എഴുതി കഴിഞ്ഞു. നമുക്കിപ്പോ കുറച്ചെണ്ണേ ഉള്ളൂ, ഉള്ളതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് എക്സാമിനേഷൻ ഉണ്ടാവുക. ഇത്ര 4 ആയിട്ടില്ല. അപ്പൊ ഒന്ന് ചെറുത് എങ്ങനെയാണോ ചെയ്യുക അങ്ങനത്തെ വലുത് ചെയ്യും. ഈ 4-ത്തിന് സ്ഥാനത്ത് ഒരു 40 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലും ഇങ്ങനത്തെയാണ് ഇത് ചെയ്യുക. കുറെ സമയം എടുക്കുന്നേ ഉള്ളൂ. ഒരു ജേണലിൽ ഒരു വീഡിയോയിൽ കുറച്ചേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ചെയ്യാം, കൂടുതൽ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ താഴെ എഴുതി കൊടുത്താൽ മതി അല്ലേ. ഇത് ഇപ്പൊ നമ്മൾ എത്ര ലെഡ്ജർ തയ്യാറാക്കി? ഇത്ര ലെഡ്ജർ, എല്ലാ ലെഡ്ജറിന്റെയും പരിപാടികൾ കഴിഞ്ഞു. നമ്മൾ ജേണൽ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞു. പർച്ചേസിലേക്ക് രാജനിലേക്ക് പർച്ചേസ് എഴുതി കഴിഞ്ഞതോടുകൂടി ഈ 4 ജേണലുകളും 8 ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഒരു 2 ലെഡ്ജറിലേക്ക് പോകുമ്പോൾ നമ്മൾ 4 ലെഡ്ജറിലേക്ക് 8 പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അല്ലെ, 8 എൻട്രികൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞു, ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കൂട്ടുക. ഇത് കൂട്ടലാണ് നമ്മൾ ചെയ്യാനുള്ള അടുത്ത പരിപാടി. കൂട്ടുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഏത് സൈഡാണോ കൂടുതൽ ആ സൈഡ് 2 സ്ഥലത്തേക്ക് എടുത്ത് എഴുതിയാണ് നമ്മൾ വേണ്ടത് അല്ലെ. ഇവിടെ ക്യാഷ് കോൺട്രാക്ട് ക്യാപിറ്റൽ ഞാനൊരു എമൗണ്ട് മാറിപ്പോയി, 20,000 ആണ്. കൂടി കൺഫ്യൂഷൻ ആവണ്ട. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ നമ്മൾ 20,000 ആക്കാം. അപ്പൊ ക്യാഷ് അക്കൗണ്ടിലേക്ക് ടു ക്യാപിറ്റൽ 20,000, ക്യാപിറ്റലിലേക്ക് ബൈ ക്യാഷ് 20,000. എമൗണ്ട് അപ്പൊ കൺഫ്യൂഷൻ ആവണ്ട വെച്ചിട്ടുണ്ട്, പറഞ്ഞല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ് ഇത്. പിന്നെ ഇപ്പൊ കൂട്ടാൻ പോകുന്നത് ഏത് സൈഡാണ് കൂടുതൽ നോക്കാം. ഇവിടെ വ്യത്യസ്തമായിട്ട് എളുപ്പവഴികളൊന്നും 2 സൈഡും വേറെ റഫായിട്ട് കൂട്ടി വെക്കലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇത് നമുക്ക് മനക്കണക്ക് കൂട്ടി പറയാവുന്നുള്ളൂ. ഇവിടെ 22 ഉണ്ട്, ഇവിടെ ഈ സൈഡിൽ 6 ഉണ്ട് അല്ലെ. ഈ ക്യാഷ് അക്കൗണ്ടിന്റെ കാര്യത്തിൽ 22 അല്ലേ കൂടുതലുള്ളത്. 2 സൈഡിൽ എടുത്ത് എഴുതണം അല്ലെ. 22,000 2 സൈഡിൽ ഞാൻ എടുത്ത് എഴുതി. കൂടുതലുള്ളത് ഏതാണോ ആ 2 സൈഡിൽ എടുത്ത് എഴുതണം ടോട്ടൽ. ഇപ്പൊ ഇവിടെ 22 ഓക്കെ.
ഇവിടെ 22 ഉണ്ടോ? ഇല്ല. ഇവിടെ വെറും 6000 ഉള്ളൂ. പക്ഷെ നമ്മൾ 22 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്രയുടെ കുറവുണ്ട്? അതിനാണ് നമ്മൾ ബാലൻസ് എന്നാണ് പറയുക. ബാലൻസ്. അക്കൗണ്ട് ബാലൻസ് ചെയ്യാതെ കുറെ വലിയൊരു സംഭവമായിട്ട് കണക്കാക്കാം. ബാലൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ ബാലൻസ് ഓരോ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൂട്ടിയിട്ട് എത്ര സൈഡിലേക്ക് കുറവുണ്ടോ? 2 സൈഡിൽ 22,000 ആണെങ്കിൽ അവിടെ കുറവൊന്നുമില്ല, ബാലൻസ് ഇല്ല. ഇവിടെ ഇപ്പൊ 22, ഇവിടെ 6000 ഉള്ളൂ. അപ്പൊ എത്രയുടെ കുറവുണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് 16,000 കുറവുണ്ട് അവിടെ, അല്ലേ? എങ്ങനെ കിട്ടി? 22,000 6000 കുറച്ചാൽ മതി, അല്ലേ? ഈ ഇന്നലെ 6000 കുറച്ചൊക്കെ വേറെ മാർഗ്ഗം മനക്കണക്കായിട്ട് ഇവിടെ കുറയ്ക്കാവുന്നുള്ളൂ. വലിയ കണക്കിലാകുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ടി വരുന്ന അർത്ഥം. കാൽക്കുലേറ്റർ എക്സാമിനേഷന് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ ഇപ്പോ എത്രയുടെ കുറവുണ്ട്? 16,000 ഷോർട്ടേജ് ഉണ്ട്, അല്ലേ? ഈ 16,000 കൂടി കൂടിയാലല്ലേ 22,000 ഉള്ളൂ. ഇപ്പൊ ശരി. അപ്പൊ ഇതെന്തായിരുന്നു? ഇവിടെ ബാലൻസ് ആണ്, നമുക്കറിയാം. ഈ 16,000 കുറവാണ്. അതിന് നമ്മൾ എന്ത് പേരിട്ടു? ബാലൻസ്, കുറവ് എന്നർത്ഥത്തിൽ ഇട്ടു. ഇനി ഇവിടെ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ ബാലൻസ് കിട്ടുന്നുവോ ആ ബാലൻസിനെ തൊട്ടടുത്ത സൈഡിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, വലിയ പ്രശ്നം. ഈ സൈഡ് എന്ത് എഴുതുമ്പോൾ 2 ആണല്ലോ. 2 ബാലൻസ്. ഇവിടെ നമ്മൾ എഴുതിയതും ശരിയായിട്ടില്ല. ഇവിടെ എന്ത് എഴുതുമ്പോഴും ബൈ ചേർത്ത് എഴുതേണ്ടത്. എന്ത് എഴുതിയില്ല പറഞ്ഞില്ല. ഈ സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതുമ്പോഴും ബൈ ചേർത്തിട്ടുണ്ട് എഴുതാൻ. ഡെബിറ്റ് സൈഡിൽ എന്ത് എഴുതുമ്പോഴും ടു ചേർത്തിട്ട് എഴുതണം. അപ്പൊ നമുക്ക് ബാലൻസ് എവിടെയാണ് കിട്ടിയത്? ബാലൻസ് എവിടെ കിട്ടിയാലും അത് തൊട്ടടുത്ത സൈഡിലേക്ക്, ക്രെഡിറ്റിൽ കിട്ടിയ ഡെബിറ്റിലേക്ക്, ഡെബിറ്റിലാണ് ബാലൻസിങ്, ക്രെഡിറ്റിലേക്ക് കൊണ്ടുപോകണം. അതിന് ഇങ്ങോട്ട് കൊണ്ടുപോകണം. എത്ര എഴുതുന്നത്? 16,000 എടുത്ത് എഴുതി. വേറെ ഒന്നും എടുത്തിങ്ങോട്ട് എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഈ 16,000 ഇങ്ങോട്ട് എടുത്ത് എഴുതി നമ്മള്. അപ്പൊ ആദ്യം ഫസ്റ്റ് ടൈം ആ ബാലൻസ് കിട്ടുമ്പോൾ നമ്മൾ അതിനെ ക്യാരി ഡൗൺ എന്ന അർത്ഥത്തിൽ ക്യാരിഡ് ഡൗൺ C⁻D എന്ന് എഴുതണം നിർബന്ധമായിട്ടും. ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നതിന് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുക എന്നാണ് പറയാ. ബ്രോഡ് ഡൗൺ ചെയ്യുക, ബ്രോഡ് ഡൗൺ B⁻D എന്ന് പറയാം. 2-3 വർഷം കേൾക്കുമ്പോൾ ഇതിന് ക്ലിയർ ആവും. ആദ്യം കിട്ടുമ്പോൾ C⁻D, പിന്നീട് കിട്ടുമ്പോൾ B⁻D. ബ്രോഡ് ഡൗൺ കൊണ്ടുവരുമ്പോൾ ആദ്യം CD പിന്നെ BD. ഓക്കെ, അപ്പൊ ഈ ക്യാഷ് അക്കൗണ്ട് അവസാനിച്ചു കേട്ടോ. ക്യാഷ് അക്കൗണ്ട് അവസാനിച്ചു. ഇനി അടുത്തത് ഇനി ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ നേരത്തെ മാതിരി കൂട്ടാൻ പോവാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് കൂട്ടുമ്പോൾ ആകെ ഒന്നേ ഉള്ളൂ, അവിടെ കൺഫ്യൂഷൻ ഇല്ല. കൂട്ടുമ്പോൾ 2 സൈഡും കൂട്ടുകയാണ്. ഇവിടെ 2,000, അപ്പുറത്തൊന്നും ഇല്ലല്ലോ, അല്ലെ? അപ്പുറത്തൊന്നും ഇല്ല. അപ്പൊ കൂടുതലുള്ള 2 സൈഡിൽ എടുത്ത് എഴുതി. ഇവിടെ ടോട്ടൽ 0 ആണ്. അപ്പൊ എത്രയുടെ കുറവുണ്ട്? ഇവിടെ 2,000 കുറവുണ്ട്, അല്ലെ? ഇവിടെ ഫുള്ളായിട്ട് കുറവ് തന്നെയല്ലേ? 2,000 കുറവുണ്ട്. 2,000 കുറവാണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചോദിച്ചു? അവിടെ 2യുടെ സൈഡാണ് 2 ബാലൻസ്. ഫസ്റ്റ് കിട്ടുന്ന ബാലൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തി? C⁻D ക്യാരി ഡൗൺ. അതിനെ പുറത്തേക്ക് എടുത്ത് എഴുതണം വെറുതെ, അല്ലെ? പുറത്തേക്ക് എടുത്ത് എഴുതണം നമ്മൾ. അപ്പൊ എന്താണ് ഇവിടെ ബൈ അല്ലേ? ബൈ ബാലൻസ് ഇവിടെ എടുത്ത് എഴുതുമ്പോ ബ്രോഡ് ഡൗൺ. എവിടേക്ക് എപ്പോഴാണോ റിവേഴ്സ് സൈഡിലേക്ക് എടുത്തതിന് ബ്രോഡ് ഡൗൺ ചെയ്യാന്ന് പറയാം. വീണ്ടും പറയാണ് 2,000 നമ്മൾ എടുത്ത് എഴുതി. ഓക്കെ, ബ്രോഡ് ഡൗൺ ചെയ്തു, അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇവിടെ അതിന് അവസ്ഥ. ഇവിടെ കൂട്ടി സിമ്പിളാണ്, ഒന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കൂട്ടിൽ ബാലൻസ് ചെയ്യൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഭയങ്കര പറയാറുണ്ട്. അതുകൊണ്ട് ഇത്ര വലിയ കൺഫ്യൂഷൻ ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളൂ. ഇവിടെ 2 സൈഡും കൂട്ടുകയാണ് നമ്മള്. കൂടുതലായി ഇവിടെ എടുത്ത് എഴുതി. അപ്പൊ ഇവിടെ എത്രയുടെ കുറവുണ്ട്? 2,000 കുറവുണ്ട്. ആ 2,000 കുറവ് നമ്മൾ എന്ത് എഴുതിക്കുന്നു? ബാലൻസ് എഴുതുന്നു. ഇവിടെ ഡെബിറ്റിന്റെ സൈഡ് ആയതുകൊണ്ട് 2 ബാലൻസ് എന്ന് എഴുതി. ബാലൻസ് കിട്ടിയാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ഇവിടെ അതിന് എന്ത് എഴുതി? ബൈ ബാലൻസ് എന്നെഴുതി 2,000 ഇപ്പുറത്തേക്ക് എഴുതി വെച്ചു. അതോടുകൂടി രണ്ടാമത്തെ ലെഡ്ജറും അവസാനിച്ചു. ഓക്കെ, ഇനി പർച്ചേസ് അക്കൗണ്ട് ആണ്. പർച്ചേസ് അക്കൗണ്ട് കൂട്ടുകയാണ് ഇതേപോലെ. പർച്ചേസ് അക്കൗണ്ട് കൂട്ടുമ്പോ ഇവിടെ എത്ര? 10,000 ഉണ്ട്, അല്ലെ? 10,000 ഇപ്പുറത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ കൂടുതലുള്ള 2 സൈഡിൽ എടുത്ത് എഴുതി. ഇവിടെ എത്രയുടെ കുറവുണ്ട്? 10,000 കുറവുണ്ട്. 10,000 കുറവ് നമ്മൾ ബാലൻസ് എന്ന് എഴുതുകയാണ്. ആ സൈഡ് ബൈ ആയതുകൊണ്ട് ബൈ ബാലൻസ് എന്ന് എഴുതി. ഫസ്റ്റ് കിട്ടുമ്പോൾ C⁻D, അതിനെ പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോ ടു ബാലൻസ്, അല്ലെ? ടു ബാലൻസ് B⁻D ബ്രോഡ് ഡൗൺ ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ. എത്ര കൊണ്ട് എഴുതി? 16 കൊണ്ട് എടുത്ത് എഴുതി. ഇത് രണ്ടും ബാലൻസുകളാണ്. നമ്മള് വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചുവപ്പിച്ചാണ് ഞാൻ. അങ്ങനെ ചെയ്യാൻ ആവശ്യമൊന്നുമില്ല.
ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്താണ്. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ ബോട്ടം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് കഴിഞ്ഞ് രാജൻ അക്കൗണ്ടും കൂടി ബാക്കിയുള്ളൂ. അതും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കൂട്ടാൻ പോകുന്നു. കൂട്ടുന്നതോടുകൂടി അത് അവസാനിച്ചു. ഇവിടെ ടോട്ടൽ 4000 ഉണ്ട്. ഇവിടെ കൂടുതൽ നമ്മൾ രണ്ട് സൈഡിൽ കൊടുത്ത് എഴുതി. ഇവിടെ 4000ന്റെ കുറവുണ്ട്. കുറവിന് നമ്മൾ എന്ത് എഴുതി? ടു ബാലൻസ് ക്യാരി ഡൗൺ. ഫസ്റ്റ് കിട്ടുമ്പോൾ ക്യാരി ഡൗൺ എഴുതുക. അതിനെ റിവേഴ്സ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ബൈയുടെ സൈഡാണ്. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ ബി ബാർ ഡി ബ്രോഡ് ഡൗൺ 4000. അവിടെ നമ്മൾ ബാലൻസ് ആണ് രണ്ട് സൈഡിൽ കൊടുത്തത്. ഓക്കെ, ഇപ്പൊ എല്ലാ ലെഡ്ജറുകളും പൂർത്തിയായി കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ് അല്ലെ? ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലല്ലോ. രണ്ട് സൈഡിലേക്ക് നമ്മൾ എഴുതി കഴിഞ്ഞ പിന്നെ അതിന് രണ്ട് സൈഡ് കൂട്ടണം. ഏത് സൈഡാണോ കൂടുതലുള്ളത് അത് രണ്ട് സൈഡിൽ കൊടുത്തത്. ഈ ക്വസ്റ്റ്യനിലെ രണ്ട് സൈഡും 22 സൈഡുകളിലെ ആ കുറവ് ഏത് സൈഡിലാണോ അവിടെ കുറവ് ബാലൻസ് എഴുതാം. ഫസ്റ്റ് കിട്ടുമ്പോൾ കുറവ് നമ്മൾ ക്യാരി ഡൗൺ എഴുതും. അത് എവിടെയാണോ കിട്ടിയത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇട്ടതിനെ ബ്രോഡ് ഡൗൺ ചെയ്യാന്ന് പറയും. ഇപ്പൊ നമ്മൾ 4 ലെഡ്ജറുകൾ തയ്യാറാക്കി കഴിഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് കുറച്ചൊരു വലിയ കണക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. ഓക്കെ.